Watch full episodes on Jio Hotstar. അവസാനം ജംഗിൾ ക്യാമ്പിൽ നമ്മൾ എത്തിയിരിക്കുന്നു. കൂട്ടുകാരെ, അവിടെ ഒരു വാട്ടർ ബെഡ് ഉണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് ചാടി കളിക്കാം. ഇവിടെ സത്യമായിട്ട് വാട്ടർ ബെഡ് ഉണ്ടല്ലോ. അല്ല, നീ ശരിക്കും ജമ്പ് ചെയ്യോ ശിവ? ഞങ്ങള് മാത്രല്ല, നീയും ചാടും യൂടി. എന്താ? ഇല്ല. യൂടി, നീയും ചാടിക്കോ കേട്ടോ. യൂടി, നിന്നെ ഞാൻ വെറുതെ വിടില്ല കേട്ടാ. കൂട്ടുകാരെ, ഇനി ഞാൻ ചാടാൻ പോകുവോ? ആ മനുഷ്യനോട് ചോദിക്കാതെയാണ് നമ്മൾ അവനെ ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് അവന് ദേഷ്യം വന്ന് അവൻ നമ്മളെ ആക്രമിച്ചാലോ? അവൻ കണ്ടു തുറക്കുന്നതിന് മുമ്പ് കെട്ടിയിടുന്നതാ നല്ലത്. അവനെ ചെയ്ത് കെട്ടിയിടൂ. ഡോഗ്സ് വരുന്നുണ്ട്, എല്ലാവരും വേഗം ഒളിച്ചോളൂ. എന്നെ ആരെവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്തിനാ കെട്ടിയിട്ടത്? അല്ല, ഇത് ഏത് സ്ഥലമാ? ഹലോ ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഹലോ, നിങ്ങളൊക്കെ ആരാ? നിന്നെ തടവിലാക്കിയിരിക്കാണ്. ഞങ്ങളുടെ ബോസ് നിന്നെ കെട്ടിയിടാൻ പറഞ്ഞു. എനിക്ക് ആരെയും ശല്യം ചെയ്യണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കൂ. ആ മനുഷ്യനെ ആക്രമിക്കൂ. ആ മനുഷ്യൻ നമ്മൾ ഒരുപക്ഷെ ആക്രമിച്ചേക്കാം. അവനെ വേഗം ഉന്നം വയ്ക്ക്. എന്നെ എല്ലാം ഉന്നം വയ്ക്കാൻ പറഞ്ഞേ. ആ മനുഷ്യന് എന്റെ എന്നാരെങ്കിലും രക്ഷിക്കണേ. നിങ്ങളുടെ രാജാവ് തീയിലകപ്പെട്ടു. എന്റെ വാലിൽ തീ പിടിച്ചു. രക്ഷിക്കണേ. രക്ഷിക്കൂ, രക്ഷിക്കൂ. അവിടെ നിൽക്കൂ രാജാവേ, അവിടെ നിൽക്കൂ. ആശ്വാസായി, നിങ്ങളെ ഞാൻ രക്ഷിച്ചു. ഞങ്ങളുടെ രാജ്യത്തേക്ക് സ്വാഗതം. പേരില്ലാത്തൊരു ദ്വീപാണിത്. വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ നിന്നെ ആക്രമിച്ചിട്ടും നീ എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലോ. കൊള്ളാം. അത് സാരമില്ല രാജാവേ. അതായത്, നിങ്ങളെപ്പോലെ എന്റെ വീട്ടിൽ ആരെങ്കിലും കയറിയാൽ ഞാനും നിങ്ങൾ ചെയ്തതുപോലെ ആയിരിക്കും അവരോടും ചെയ്തിരിക്കുക. അതെന്താന്ന് വെച്ചാ, നീ അബദ്ധവശാൽ വന്നിവിടെ പെട്ടതല്ല. ഞാനാണ് നിന്നെ ഇവിടെ മനഃപൂർവ്വം കൊണ്ടുവന്നത്. എന്താ? അപ്പോ വാട്ടർ സ്പൗട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണോ?
അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നോക്സ് എന്ന രാക്ഷസന്റെ പിടിയിലാണ് ഞങ്ങൾ. ഈ കാണുന്ന ദ്വീപ് മുഴുവനും ആക്രമിച്ച് കൈയടക്കി വച്ചിരിക്കുകയാണ് അവൻ. നോക്സ് വളരെ ദുഷ്ടനും മാന്ത്രിക ശക്തിയും ഉള്ളവനാണ്. അവൻ ഞങ്ങൾ എല്ലാവരെയും ഒരുപാട് ആക്രമിക്കാറുണ്ട്. അവൻ പറയുന്ന ഒരു കാര്യം സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ മകളെ അവൻ തട്ടിക്കൊണ്ടുപോയി വച്ചിരിക്കുകയാണ്. അവന്റെ ആഗ്രഹം എന്തെന്നാൽ അവന്റെ അത്താഴത്തിന് ഒരു മനുഷ്യനെ കൊണ്ട് കൊടുക്കണമെന്നാണ്. അഥവാ ഒരു മനുഷ്യനെ കൊണ്ടുപോയി കൊടുത്തില്ല എങ്കിൽ അവൻ എന്റെ മകളെ തിന്നു കളയുമെന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം എന്റെ മകളുടെ ജീവിതം അപകടത്തിലാണ്. രാജാവേ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിങ്ങൾ ശരിക്കുള്ള ഒരു മനുഷ്യനെ തന്നെയാ പിടിച്ചിരിക്കുന്നത്. എന്താണ് ഇനി സംഭവിക്കാൻ പോണെന്ന് മാത്രം കണ്ടോ. ആ നോക്സവനെ ഞാൻ നോക്കൗട്ട് ചെയ്തിരിക്കും. ശിവ, അവരെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദുഷ്ടനായൊരു പിശാചിനെ സന്തോഷിപ്പിച്ച് മാന്ത്രിക ശക്തി മുഴുവനും അവൻ കൈക്കലാക്കി. പക്ഷെ ഒരു കാര്യം എന്റെ കയ്യിലുണ്ട്. ഈ പഴം അവൻ കഴിക്കുകയാണെങ്കിൽ അവന്റെ ശക്തികളെല്ലാം നശിച്ചു പോകും. പിന്നെ അവനെ ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ നോക്സിനെ ഈ ഫ്രൂട്ട് കഴിപ്പിക്കേണ്ട ചുമതല എന്റേതാണ്. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നോക്സിന്റെ അടുത്ത് എത്തിക്കണം. ആ കാണുന്നതാണ് അവന്റെ ഗുഹ. എന്റെ മോളെയും അവിടെയാണ് അവൻ തടവിലാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ കാര്യം നിന്റെ അച്ഛൻ അനുസരിച്ചെന്ന്. ഒരു മനുഷ്യക്കുട്ടിയെയാണ് ഇന്ന് എനിക്ക് ഭക്ഷണമായി അയച്ചിരിക്കുന്നത്. അങ്ങനെ മനുഷ്യക്കുട്ടിയെ കഴിച്ചാൽ നല്ല രുചിയുണ്ടാവും. എന്റെ അച്ഛൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഇപ്പോൾ ഞാൻ അവനെ കണ്ടല്ലോ. കുറച്ചു സമയത്തിനകം അവൻ ഇവിടെ എത്തുന്നതായിരിക്കും. നോക്സ്, ഇങ്ങോട്ട് നോക്ക്. നീ ആഗ്രഹിച്ച പോലെ രാജാവ് ഒരു മനുഷ്യനെ നിന്റെ അടുത്തേക്ക് അയച്ചു. ഇനി അദ്ദേഹത്തിന്റെ മകളെ നീ വിട്ടേക്കണം. ഓ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് തന്നെ വന്ന് രക്ഷിക്കൂ. നോക്സ്, ആഹാ, കൊള്ളാം. നീ നന്നായി ഫ്ലൈയിങ് ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ തന്നെ ഞാൻ ചെയ്തോളാം. ദാ ഇവിടെ ഞാൻ താഴേക്ക് വിടുന്നു. ഇതിനെ മുറുകെ പിടിച്ചോ. പേടിക്കണ്ട കേട്ടോ. എന്റെ പേര് ശിവ എന്നാണ്. രാജകുമാരി, നിങ്ങളെ ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കാൻ നോക്കുവാണ്. ശിവ, നീ എന്നേക്കുമായി ആ ദുഷ്ടനെ കല്ലാക്കി മാറ്റി. ശിവ, നീ ജയിച്ചിരിക്കുന്നു.
വളരെ നന്ദിയുണ്ട് ശിവ, ഞങ്ങൾ എല്ലാവരെയും നീ രക്ഷിച്ചതിന്. മാത്രമല്ല നീ എന്റെ മോളെ രക്ഷിച്ച് എന്റെ അടുത്ത് എത്തിച്ചു തന്നതിന്. എന്റെ മോളെ. ഇനി എനിക്ക് തിരിച്ചു പോണം രാജാവേ. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ശിവ, ഇനി നിന്റെ ലോകത്തേക്ക് നിന്നെ ഞാൻ ഇനി അയക്കാം. ശിവ ഹായ്. ദേ കണ്ടില്ലേ നമ്മുടെ ശിവ വന്നു. ശിവ, നീ എവിടെയായിരുന്നു? വളരെ ചെറിയവരുടെ ലോകത്തായിരുന്നു ഞാൻ. ഒരു കഥ തന്നെയാ അത്. Watch India's largest kids library only on Jio Hotstar. Download the app now.